പണ്ട് ഏതോ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. അവരാണെന്ന് പറഞ്ഞ് കാണുന്ന പെണ്ണുങ്ങളുടെ പുറകെ എല്ലാം അങ്ങ് നടക്കുന്നു. നമ്പർ കയ്യിലില്ലേ എൻ്റെ? എനിക്ക് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. പുറമെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നാളിന്ന് ഇറങ്ങിയപ്പോ രണ്ടും ഫലപ്രദമായി ഉപയോഗിച്ചാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. പൊക്കിക്കൊണ്ട് പോകൂ. അപ്പൊ ഏതാണ്ട് ഇത് അടി പിടിച്ച സാമ്പാർ പോലെ ആയി. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അവനൊരു പാവത്താനാ, ഇത്തിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആ പുതുതായിട്ട് വന്ന് കയറിയ ഒരുത്തനുണ്ടല്ലോ, അവൻ വന്നു കയറിയതിൻ്റെ ദേഷ്യോ. ബിജുകുമാറിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതല്ലേ സാറ്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അങ്കുഷ് മാഷ്, അയാൾ എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ ദോഷമേ ഉള്ളൂ, പണ്ട് ഏതോ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. അവരാണെന്ന് പറഞ്ഞ് കാണുന്ന പെണ്ണുങ്ങളുടെ പുറകെ എല്ലാം അങ്ങ് നടക്കുന്നു. അതെനിക്ക് ആദ്യം തന്നെ മനസ്സിലായായിരുന്നു. അത് ഞാൻ നിനക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, അതനുസരിച്ചല്ലേ നീ അവിടെ നിന്നത്. അത് ശരി തന്നെയാണ്. എന്നാലും ഞാൻ സാറ് പറഞ്ഞെങ്കിലും കുറച്ച് അടുപ്പൊക്കെ കാണിച്ചായിരുന്നു. എന്തിന്? ചുമ്മാ ആ ബിജുകുമാർ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം, ഇതുവരെ ഇളക്കിയതൊന്നും പോരെ. ഒരു ടൈം പാസ്. വേഗം നടക്ക്. അവിടെ ചെന്നിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ ഹാജരാവാൻ. എല്ലാരും വരുമല്ലോ. കുറെ കാലം ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്ത് തലവത്തന്നെ മറിച്ചു വെച്ചില്ലേ. പിന്നെ ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് വാ. അങ്ങനെയൊന്നും ഇല്ല, എല്ലാം കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടാ പോയത്. പിന്നെ എനിക്കറിഞ്ഞൂടെ കാര്യം. സാറ് ഇടയ്ക്കിടയ്ക്ക് ഈ സദ്യക്ക് പോണേന് എന്ത് ചെയ്യാനാ? നമ്പർ കയ്യിലില്ലേ? നമ്പർ കയ്യിലില്ലേ എൻ്റെ? അതെ, കുട്ടികളെന്താ വിരുദ്ധ കളിക്കാനും വിളിക്കാന്ന് പറഞ്ഞിരുന്നേ. ഞാനൊരു 10 15 ടീച്ചറെ കോൾ വരുന്നത്. അതാണല്ലേ, ഞാനത് മാഷിനടുത്ത് പറയാൻ വിട്ടുപോയതാ. മാഷ് അന്ന് പ്രസംഗിച്ചില്ലേ, അതിനുശേഷം കുട്ടികളൊന്നും ഒരു വികൃതിയും കാണിച്ചില്ല, എല്ലാവരും ഡീസൻ്റായി. അപ്പൊ പിന്നെ വിളിക്കേണ്ടി വരില്ലല്ലോ. ഡീസൻ്റായോ? അല്ല, ഈ ബിജുകുമാർ അമ്മ എവിടെ പോയി? കുറെ നേരമായല്ലോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്പറില്ലേ സാർ? ഇരിക്കും. ഇരിക്കടോ. ഓ, എന്തോ ഇരിക്കല്ലേ? ഒരുപാട് ഇരുന്നിട്ടുള്ളല്ലോ സാറേ. ഞാൻ ഇവിടെ നിന്നോളാം, അതൊന്ന് കേട്ടോളാം. എന്താ തനിക്ക് ഇവിടെ കയറി ഇരിക്കണോ? സാറേ ഇവരെ കളിയാക്കരുത്, ആൾക്കാരെ വെച്ച്. എന്നാ പിന്നെ മീറ്റിംഗ് തുടങ്ങാം. തുടങ്ങാം മാഷേ. എനിക്ക് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. ഈ ഇരിക്കുന്ന നീയും നിങ്ങളും പിന്നെ നീയും ഈ ഇരിക്കുന്ന മോൻ. അതെന്താ അത് മാത്രം മോൻ? അല്ല, കുട്ടി. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അല്ലേ മാഷേ? അവിടെ അല്ല, ഇവിടെ. ഞാൻ മാഷേ, ഇത് പുറമേ നോക്കുമ്പോൾ പുറമെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നാളിന്ന് ഇറങ്ങിയപ്പോൾ മൊത്തം തകർന്ന് തരിപ്പടായി കിടക്കുക. മാഷ എന്നോട് പറഞ്ഞത് തകർന്ന് കിടക്കുന്ന കപ്പലിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ മാത്രമാണ്. ഇത് മൊത്തം കപ്പൽ പൊളിഞ്ഞടങ്ങി കടലിൻ്റെ അടിത്തട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ. ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ പൊക്കിയെടുക്കും. അപ്പം ഏതാണ്ട് ഇത് അടി പിടിച്ച സാമ്പാർ പോലെ ആയി. അതല്ലേ അറിയാവൂ, അടി പിടിച്ച സാമ്പാർ, അവിയലും കിച്ചടിയും പച്ചടിയും തോരനും, വേറെ ഒന്നും അറിഞ്ഞൂടല്ലേ. അതിരിക്കട്ടെ മോനെ, ഇതിനെങ്ങനെയാണ് ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത്? അയ്യോ, ആരും വേണ്ട, മോ ഇരിക്കുകയല്ലേ, ഒറ്റയ്ക്ക് പൊക്കിക്കോളും. എനിക്കെല്ലാവരും ഒരുപോലെയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞില്ലേടോ ബിജുകുമാർ അമ്മേ. സാറേ, എനിക്ക് ഇതാണ് വിഷമം കേട്ടോ, ഈ റമ്മ എന്ന് വിളിക്കാതെ. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബിജുകുമാർ എം, അത് ഇനിഷ്യൽ എം ആണ്. സാർ ഇതിനാ സാറേ അല്ല, പേരൊരുപാടുണ്ടേ. അപ്പൊ ഏത് പേര് വിളിക്കണം എന്നുള്ളൊരു ഒരുപാട് പേരുള്ള ആളുകളെ വിശ്വസിക്കരുത്. മീറ്റിംഗ് ആണ്, സംസാരിക്കും. ഇടോ, അവര് തമ്മിൽ സംസാരിക്കട്ടോ, തനിക്കെന്താണോ പ്രശ്നം? അതെ, നിങ്ങളെന്താ സംസാരിച്ചേ? എൻ്റെ പൊന്നു മാഷേ, എങ്ങനെയാണെന്നൊന്ന് പൊക്കിക്കൊണ്ട് പോകുമോ? അതൊക്കെ പോട്ടെ മാഷേ. മാഷിന് ഈ കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ കോളേജ് എനിക്ക് ഇഷ്ടമായി മാഷേ. ഈ കോളേജ് ഇഷ്ടമായി, ഇവിടുത്തെ പരിസരം ഇഷ്ടമായി, ഇവിടുത്തെ കുട്ടികളെ ഇഷ്ടമായി, പിന്നെ എല്ലാം എനിക്ക് എല്ലാം നല്ല മാഷേ. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എല്ലാം ഒന്നും പറയുന്നില്ല.
മാഷേ ആ എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. പറയേ അവിടെയല്ല, മാഷോട് മാത്രമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് മീറ്റിംഗ് ആണ്. മീറ്റിംഗ് എല്ലാവരോടും സംസാരിക്കണം. മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണലാണ് എനിക്ക് മാഷോട് മാത്രം പറയാനുള്ള കാര്യം. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഇയാൾക്ക് എൻ്റെ പേഴ്സണൽ കാര്യം കേൾക്കാനാണ് അവിടെ വന്നിരിക്കുന്നത്, ആണോ? അതെ മാഷെ വന്നാട്ടെ വാന്നേ വന്നിരിക്കേ. ആ അതെ മാഷേ, നമുക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. പിന്നെ തൽക്കാലം ക്ലാസ് തുടങ്ങാറായില്ല എല്ലാവരും ക്ലാസ്സിലേക്ക് പോയാട്ടെ. അല്ല മാഷേ, ഒരു കാര്യം പറയാം. പോയാ എന്തുവാ ഒരു മാഷ ആ നന്നായി വാ. ഇതൊന്നും പതിവില്ലാത്തല്ലേ ഇവിടെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത്. ഞാനും ഒന്ന് അനുഗ്രഹിക്ക് വാങ്ങിയിട്ട്. അവൻ കുരുത്തോള്ളവനാണ്. ഇപ്പൊ ഞാനാ കുർത്തക്കേട് മാഷേ, ഞാൻ എന്നാല് ക്ലാസ്സിലേക്ക് പോട്ടെ. പോയട്ടെ. ആ മര്യാദക്കാരനായിട്ട് ശ്രമിക്കുക. നല്ല പയ്യല്ലേ? ആ പിന്നെ മോളോലുണ്ട് കെട്ടിച്ചോട്. മര്യാദക്കാരനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എന്ത് കാര്യം, ഒരു ഗുണമില്ല. എന്നാ പിന്നെ എല്ലാരും ക്ലാസ്സിലേക്ക് പോയട്ടെ. ആര് ആരും ഇല്ലേ? എല്ലാരും പോയാ പിന്നെ എന്തിനാ നിൽക്കണത്? പൊയ്ക്കൂടെ? സദ്യവട്ടത്തിൽ പലയിനം പച്ചക്കറികൾ പോലെയാണ് വിദ്യാഭ്യാസത്തിൽ പല വിഷയങ്ങളും. ഒന്നൊന്നിനേക്കാൾ കൂടുതലുമല്ല കുറവുമല്ല. ഒന്ന് കൂടിയാലോ അതിന് അതിൻ്റേതായ ദൂഷ്യവശങ്ങളുണ്ടാവും. ഒന്ന് കുറഞ്ഞാലോ അതിന് അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവില്ല. മനസ്സിലായോ? അല്ല സാറേ, അപ്പോൾ അല്ലേ ഈ അവിയിലാണോ സാമ്പാറിലാണോ ഈ മുരിങ്ങയ്ക്ക് പ്രാധാന്യം? ഉണ്ടായില്ല അവൻ്റെ ഒരു മുരിങ്ങയ്ക്ക. പാചകത്തിൽ ചട്ടുകം പോലെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോരുത്തരുടെയും പേന. രണ്ടും ഫലപ്രദമായി ഉപയോഗിച്ചാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. മനസ്സിലായോ? കുട്ടപ്പ മാഷേ, അയ്യോ അല്ല കുട്ടപ്പേട്ടാ, ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ പറഞ്ഞയച്ചത്? ഇവിടുന്ന് കിട്ടാനുള്ള ഫീസ് വാങ്ങാനല്ലേ? എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ കുട്ടികളോട് വേദാന്തം പറഞ്ഞിരിക്കാം. ഫീസ് അവർ കൊണ്ടുതരും. ഒരു നയത്തിലൊക്കെ നമുക്കത് വാങ്ങിച്ചെടുക്കാം. എപ്പോഴും ചോദിക്കാൻ പറ്റുമോ? പിള്ളേരുടെ വീട്ടിൽ ഫീസ് വേണ്ടേ തരാൻ? ഫീസ് വാങ്ങണം, അതിനാണ് ഞാൻ നിങ്ങളവിടെ ഇരുത്തിയത്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങോട്ട് വരണ്ട, ഫീസ് മേടിക്കാം. ഞാൻ വരും. ഇതിന്റെ അച്ഛനെ എനിക്ക് സ്ത്രീധനം തന്ന സ്ഥല കാറ്ററിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അവിടെയാണ് നിങ്ങൾ ഈ കള്ള ബിജുനിയും കൊണ്ട് സ്കൂൾ നടത്തുന്നത്. അതിനെന്താടി, ഞാൻ പ്രിൻസിപ്പാളായില്ലേ? പ്രിൻസിപ്പാളിന് ഒരു വിലയും ഇല്ലേടി. എന്റെ അനിയൻ ഷൺമുഖനെ അപ്പോഴേ പറഞ്ഞതാ, അളിയന്റെ പോക്ക് ശരിയല്ല, അളിയന്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന്. അത് ഇന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അപ്പൊ അതാണ് കാര്യം. അവന്റെ ഇങ്ങോട്ടുള്ള വരവ് അതിനാണ്. അവന്റെ പിള്ളേരെ നേരെയുള്ള നോട്ടവും ഫീസ് പിരിക്കലും ഇവിടെ നടക്കുന്നതും നടക്കാത്തതും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം കൂടെ വന്ന് നിന്റെ ചെവിയിൽ അങ്ങോട്ട് വെച്ചു തരും അല്ലേടി? ഓം പറയുന്ന ഒക്കെ സത്യങ്ങളാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ കുട്ടീനോട് ഇത്ര ദേഷ്യം. എന്തോ സത്യം? ഇവിടെ എന്താണ് നടക്കുന്നത്? എടി ഇനി അങ്ങാനും അവൻ ഇങ്ങോട്ട് ഫീസ് പിരിക്കാനെന്ന് പറഞ്ഞോണ്ട് വന്ന ആ അളിയനെ ചെവക്കല്ല് നോക്കി ഞാൻ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കും. അതിന് മാത്രമേ നിങ്ങളെന്റെ പൊന്നുമോന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കൂലേ? എനിക്കൊന്ന് കാണണം. അയ്യോ മാഡം, സാറിന് വെയിറ്റ് നോക്കണം. വരി ഞാനേ നിങ്ങളെ രണ്ടുപേരും ഒന്ന് കാണാൻ കാത്തിരിക്കേനി. അല്ല പ്രമീള മാഡത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടികളൊക്കെ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കണ്ടേ? അവരൊരു കരയ്ക്ക് അടുപ്പിക്കണമല്ലോ, അതിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഭാവി വേണ്ടേ? ഞങ്ങൾ കരക്ക് അടിയണ്ടേ? അല്ല മാഡത്തിന് എന്ത് ഭാവി എന്ത് കര? മാഡത്തിന് ഇത്ര നല്ലൊരു ഭർത്താവില്ലേ, അതുപോലെ. അയ്യോ, രണ്ടുപേരോടും കൂടി ഒരു കാര്യം.
എനിക്ക് ഇവിടുന്ന് കിട്ടാനുള്ള ഫീസിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. മേഡം ഉറപ്പായിട്ടും നമ്മൾ വാക്ക് തരാം. ഫീസ് ഉടൻ തന്നെ പിരിച്ചു തരും. പക്ഷെ അവർ അളിയയിൽ മേഡത്തിൻ്റെ അനിയൻ ഷൺമുഖൻ, സാറിൻ്റെ അളിയൻ, അവനെ ഇങ്ങോട്ട് പറഞ്ഞു വയ്ക്കരുത്. ഇവിടെ വന്ന് അലമ്പാണ് അവൻ. അല്ലേ? ഒന്ന് കുട്ടപ്പൻ സാർ ഒന്ന് പറയണേ. ഫീസിന്റെ കാര്യത്തിന് പെട്ടെന്നൊരു തീരുമാനം ആയില്ലെങ്കിൽ ഞാനോ ഷൺമുഖനായിരിക്കില്ല ഇനി ഇങ്ങോട്ട് വരിക, JCB ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ഞാൻ ഇടിച്ചു പൊളിക്കും. എന്നിട്ട് ഇവിടെ ഞാൻ കാറ്ററിംഗ് തുടങ്ങും. നോക്കിക്കോ. ആ, അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫീസ് കൊണ്ടുവരും. സാറ് ഉറപ്പല്ലേ? നമ്മൾ ഉറപ്പ്, അല്ലെങ്കിൽ സാർ ഉറപ്പ്? സാറിന്റെ ഉറപ്പല്ല, നിങ്ങൾ ഉറപ്പ്. ഉറപ്പ്. സാറേ സാറേ പൊരിഞ്ഞടി. ആര് ഇപ്പൊ പോയിട്ട് രക്ഷപ്പെടുത്താം. എവിടെ? ആര്? റെയിൻബോ ചൂടിന പുറത്തുനിന്ന് വന്നൊരു ജാക്കി ജാതി വന്ന് ഇടിച്ച് നിലം പരിശാക്കി. ജാക്കി ജാതി ഒരു പെൺകുട്ടിയാണ്. ആണോ? ആ അതായത് ഇപ്പൊ പോയാൽ രക്ഷപ്പെടുത്താം. അല്ലേ സവായിപ്പ് ഏതായിരുന്നു കുഞ്ചു? അറിയത്തില്ല നിനക്ക്? എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയത്തില്ല? സാറേ സാറേ ഞാൻ പറഞ്ഞ ജാക്കി ജാതി ഇതാ. ജാക്കി ജാതി ഇതാ. ചാക്കി ചാത്തി ആരെടാ? ഏയ്, ഇവിടെ എന്താ പ്രശ്നം? ആരാത്? എന്റെ ഫ്രണ്ടാ ഡോൾഫിൻ റിങ്കു. ഡോൾഫിൻ ഡ്രിങ്കോ? ഇവള് ഞാൻ ഒരുമിച്ച് വീഡിയോസ് എടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ എന്തോ തെറ്റിദ്ധാരണ പുറത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടാ. കാട്ടിക്കൂട്ടാടാ, നിനക്ക് ചവിട്ടിക്കൂട്ടിടാ. മതി, എല്ലാം അവസാനിച്ചു. ഒരു റെയിൻബോ റിച്ച് വന്നേക്കാണ്. ഇനി എന്റെ കൺമുന്നിലേക്ക് നീ വന്നാണ്ടല്ലോ. മാറങ്ങട് കയറി പോടാ. ആണില്ലടാ. പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ എങ്ങനെ ഇടിക്കാവോ? ഒരു മര്യാദയൊക്കെ വേണ്ടേ?